അസിസ്റ്റൻ്റ് ഡയറക്ടർ പണി ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു ഒരു തൊഴിലായിട്ട് തന്നെ മാറുകയുണ്ടായി. കാരണം ഒരുപാട് പല ആൾക്കാരോടൊപ്പം വർക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. കാരണം അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു സ്വന്തമായ ഒരു സിനിമയിലേക്ക് എത്താനായിട്ടുള്ള ഒരു ശ്രമങ്ങളില്ലാതെയല്ല. കാരണം എനിക്കങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് എന്നും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് പത്മനാഭൻ സാറിൻ്റെയും ഭരതൻ സാറിൻ്റെയും ജോർജ് സാറിൻ്റെയൊക്കെ സിനിമകളൊക്കെ അവരുടെ ആദ്യ സിനിമകളിലൂടെയാണ് എന്നും പെരുവഴിയമ്പലവും സ്വപ്നാടനവും പ്രയാണവും ഒക്കെ തന്നെയാണ് അവരുടെ ഒരു സിഗ്നേച്ചർ ഫിലിമായിട്ട് ഇന്നും നമ്മൾ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയിലേക്കൊക്കെ എത്തണമെന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ളൊരു ഒരു അന്വേഷണം അല്ലെങ്കിൽ അത് എത്തപ്പെടുക അല്ലെങ്കിൽ അതെന്നെക്കൊണ്ട് പറ്റുമെന്നൊന്നും തോന്നിയിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ പല സുഹൃത്തുക്കളും ഒരു കാലത്ത് അസോസിയേറ്റായിട്ടൊക്കെ ഇപ്പം ജോസ് തോമസ് സിബി മലയാലിൻ്റെ കൂടെ ദീർഘകാലം അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം. ഒരുപാട് സിനിമകൾ അപ്പം അവരുടെയൊക്കെ സിനിമകളിലൊക്കെ എനിക്ക് സഹകരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ജോസ് തോമസിൻ്റെ ഞാൻ കോടീശ്വരൻ എന്ന് പറയുന്ന ജഗദീഷ് നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിലേക്ക് ഞാൻ എത്തുന്നത്. വ്യത്യസ്ത സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യുമ്പം ഇവരുടെയൊക്കെ പാറ്റേണുകൾ പല രീതിയിലാണെങ്കിൽ പോലും സിനിമയുടെ ഫ്രെയിമുകളെ കാണുന്നത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലായിരുന്നു. ഒരു രാവിലെ നായകനും നായികയും ഒരു വഞ്ചിയിൽ ഇങ്ങനെ പുഴ കടന്ന് ടൗണിലേക്ക് പോകുന്നു എന്ന് പറയുന്നൊരു സീൻ ഗോവർദ്ധനാണ് അതിൻ്റെ തിരക്കഥ എഴുതി വച്ചിരിക്കുന്നു. അപ്പം ഇത് ഷൂട്ട് ചെയ്യുമ്പം എങ്ങനെ ഇതൊരു രാവിലെ മോർണിംഗ് ടൈം ആണ് എന്നുള്ളത് കാണിക്കും എന്നുള്ളൊരു ഡിസ്കഷൻ വന്നു. അപ്പം അതിനെക്കുറിച്ച് രാവിലെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനെ അപ്പുറമായിട്ടൊരു കാര്യത്തിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല. അപ്പം പിറ്റേ ദിവസം അതിൻ്റെ ഒരു ഷൂട്ടിങ് വന്നു. ഷൂട്ടിങ്ങിനായിട്ട് ക്യാമറാമാനും ഡയറക്ടറും എല്ലാം ആർട്ടിസ്റ്റും എല്ലാം റെഡിയായിട്ട് അങ്ങനെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ സെറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഡയറക്ടർ ഇറങ്ങി, ജോസ് ഇറങ്ങി വന്നിട്ട് അപ്പോൾ അപ്പുറത്ത് മാറി കുറച്ച് കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് വഞ്ചി നോക്കി നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് അതിൻ്റെ കരയ്ക്ക്. അപ്പം ജോസിൻ്റെ അടുത്ത് ചോദിച്ചു, ബ്ലസ്സി അവരുടെ അടുത്ത് ഒന്ന് ഈ സീനിൽ നിന്ന് ഈ വഞ്ചിയെ കടത്ത് കയറി പോകുന്നതായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് അവരുടെ അടുത്ത് പിള്ളേരുടെ അടുത്തൊന്ന് കുറച്ച് സമയം ഒന്ന് നിൽക്കാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിനോടുള്ളൊരു സൗഹൃദം കൊണ്ട് ഞാൻ ചോദിച്ചു, താൻ എന്തോ മനുഷ്യനോടും, ഞാൻ ഇന്നലെ അവരുടെ സ്കൂളിൽ പോയി പിള്ളേരുടെ പെർമിഷൻ വാങ്ങിച്ച് ഇവരെ ബുക്കും യൂണിഫോം ഇട്ടുകൊണ്ട് നിർത്തിയിരിക്കുന്ന അയാൾ ഡയറക്ടർ എൻ്റെ മുന്നിൽ കൈ തൊഴുതു സമ്മതിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതാ പറഞ്ഞത്, എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആവുക സിനിമയോടെ ഉള്ള ഒരു ഓരോ ഫ്രെയിമുകളോടും, സിനിമയുടെ അല്ല ഓരോ ഫ്രെയിമുകളോടും നമ്മൾ കാണിക്കുന്ന ചില ആഴത്തിലുള്ള ഒരു അടുപ്പമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചില സമയത്ത് നമുക്ക് മുന്നേ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്ടറിനെ ഞെട്ടിക്കുന്ന തരത്തിൽ നമ്മൾ അവർക്ക് ചില വർക്കുകൾ ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒക്കെ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കിയ കാര്യമാണ്. അതിപ്പോഴും ജോസ് തോമസ് പലപ്പോഴും പറയും അദ്ദേഹത്തിന് അന്ന് ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ. കാരണം ഓരോ വർക്കുകളിൽ നിന്നും നമ്മൾ അതിൻ്റെ ചുറ്റുപാടുകളെ, അതിൻ്റെ അന്തരീക്ഷങ്ങളെ ഒക്കെ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു സിനിമാറ്റിക്കായിട്ടുള്ള ഫ്രെയിമുകൾ. അപ്പോൾ ഒരു സിനിമയിലും ഒരിക്കലും അതിൻ്റെ ഒരു സന്ധ്യയാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫോട്ടോഗ്രാഫി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, രാത്രി മനസ്സിലാക്കാൻ പറ്റും. പിന്നീടുള്ള സമയത്തിന് ഇതിൻ്റെ കാലം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഡീറ്റെയിലിങ്ങുകളായിരിക്കും ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ആ കാലയളവിൽ സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ആ സമയത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് പ്രത്യേകിച്ച് പുതിയ സംവിധായകർ പുതിയ സിനിമകളുമായിട്ട് എത്തുന്ന ഒരു സമയങ്ങളെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ സിബി മലയിലിൻ്റെ തന്നെ അസിസ്റ്റൻ്റായിരുന്ന സുന്ദർദാസ്
സുന്ദർദാസ് ലോഹിയേട്ടൻ്റെ ഒരു അടുത്ത സുഹൃത്തു കൂടിയാണ്. ആദ്യ സിനിമയ്ക്കായിട്ട് ലോഹിയേട്ടൻ്റെ തിരക്കഥയിൽ സുന്ദർദാസ് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് അസിസ്റ്റൻ്റ് ആകുന്നതിനായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നത്. സല്ലാപം സിനിമ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് സുന്ദർദാസുമായിട്ട് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് താരതമ്യേന ചിലപ്പോൾ എന്നേക്കാൾ ജൂനിയർ ആയിരുന്നിരിക്കാം സുന്ദർദാസ് സിനിമയിൽ. ലോഹിയേട്ടൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. അങ്ങനെയാണ് സി വി മലയിൽ സാറിൻ്റെ സിനിമകളിലൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വന്ന് ലോഹിയേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ ചെയ്യുന്ന ഒരു സിനിമ സല്ലാപം. ആ സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാനിപ്പോഴും ആ ദിവസങ്ങളൊക്കെ ഓർക്കുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ഞാൻ ആദ്യമായിട്ടാണ് ആ സമയത്ത് അവിടെ പോകുന്നത്. എൻ്റെ കാതിലേക്ക് അന്നത്തെ പോലെ കേൾക്കുന്നത് ഒരു ഹാർമോണിയത്തിൻ്റെ ശബ്ദവും ജോൺസൺ മാഷിൻ്റെ ചന്ദന ചോലയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പാടുന്ന ആ ഒരു പാട്ടിൻ്റെ ചില വരികളുമാണ്. ഞാൻ അതിൻ്റെ ഒരു മൂലയ്ക്കുള്ള ലോഹിയേട്ടൻ സ്ഥിരമായി താമസിക്കുന്ന ഒരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ജോൺസൺ മാഷുണ്ട്, കൈതപ്രം ദാമോദരൻ നമ്പൂരി തിരുമേനിയുണ്ട്, ലോഹിയേട്ടനുണ്ട്. അപ്പം ഒരു കമ്പോസിങ്ങിൻ്റെ ഒരു സ്റ്റേജിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം നമുക്ക് അവിടെ ആ ഒരു ആംബിയൻസിൽ തന്നെ ആ സിനിമയുടെ ഒരു ഗന്ധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ആ സിനിമ നാളെ സംഭവിക്കാവുന്ന ഒരു അത് പരത്താവുന്ന ഒരു സൗരഭ്യത്തിനെക്കുറിച്ച് ഒരുക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അത് പലപ്പോഴും നമുക്ക് ചില സീക്വൻസുകൾ, ചില ലൊക്കേഷനുകൾ, ചില ആളുകളുടെ പ്രസൻസുകളൊക്കെ അങ്ങനെ നമുക്ക് മുന്നേ തന്നെ തോന്നാറുണ്ട്. പിന്നീടാണ് ലോഹിയേട്ടനെ പരിചയപ്പെടുന്നതും ലോഹിയേട്ടനാണ് അതിൻ്റെ ആദ്യത്തെ ഇനിഷ്യേറ്റീവായിട്ടുള്ള ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും സുന്ദരത്തിനെ പരിചയപ്പെടുത്തുന്നതും ഒക്കെ ആയിട്ട് ഉള്ളത്. പിന്നീട് ആ സിനിമയുടെയും ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു വൺ ലൈൻ പോലുള്ള ഒരു രൂപം മാത്രമാണ് ആ സിനിമയ്ക്കുണ്ടായിരുന്നത്. ഒപ്പം അതിൻ്റെ ലൊക്കേഷനുകൾ ഹണ്ട് ചെയ്യുക ചെറുപ്പക്കാരനായ പുതുമുഖ സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഞങ്ങൾ തമ്മിൽ ഒരു വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ ലോഹിയേട്ടനെ ഇത് പറയും, ഇങ്ങനെ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുള്ളൊരു വീട് വേണം എന്ന് പറയും. അപ്പം പല സ്ഥലത്തായിട്ടും ഷൊർണൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ ആണെന്ന്. അപ്പം എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാം, ഇപ്പം മനോജ് കെ ജയൻ്റെ ആ വീട് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അവിടുത്തെ കുറേ സെറ്റ് വർക്ക് കൂടെ ചേർന്ന് അങ്ങനെ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയത് ഞാൻ കണ്ടുപിടിച്ച ആ ഒരു വീട്ടിൽ നിന്നാണെന്ന് പറയുന്നതിൻ്റെ അകത്ത് വലിയ ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ദിലീപ് അന്ന് യേശുദാസ്, ജൂനിയർ യേശുദാസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വെള്ളമള്ള ഒരു തരമിന് ആ സിനിമയ്ക്ക് ശേഷമാണ് ഒരു നായകൻ എന്നുള്ള ഒരു മികച്ച രീതിയിലേക്ക് എത്തുന്നത്. പക്ഷേ ആ സമയത്തും വളരെ പോപ്പുലറാണ് ദിലീപ് എന്നുള്ള നടൻ. മനോജ് എൻ്റെ ഒരു വളരെ ശക്തമായ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ കുട്ടൻ തമ്പുരാനൊക്കെ ശേഷമുണ്ടായിട്ടുള്ള ഒരു വളരെ ശക്തമായൊരു കഥാപാത്രമായിരുന്നു മനോജ് ആ സിനിമ ചെയ്തിരുന്നത്. ചില സമയങ്ങളിൽ ലോഹിയേട്ടൻ സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വായിക്കാൻ കിട്ടുന്നതിനെക്കാട്ടും അദ്ദേഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന കഥയുടെ പശ്ചാത്തലം, കഥയുടെ രീതികളുമൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു പുതിയ നടിയുടെ അന്വേഷണം ഉണ്ടാകുന്നതും പല ഇടങ്ങളിലായിട്ട് പലരും നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിൽ നിന്നൊരു കലാതിലകമൊക്കെ ആയിരുന്ന ഒരു കുട്ടി ഈ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ അവിടെ മേക്കപ്പ് മാൻ പട്നം റഷീദുണ്ട്, സുന്ദർദാസുണ്ട്, അങ്ങനെ മെയിൻ ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ട്. ലോഹിയേട്ടന് അവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ആ കുട്ടിക്ക് എടുത്ത് ലോഹിയേട്ടൻ ആദ്യമേ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചൂലെടുത്ത് കൊടുത്തു. ചൂലെടുത്തിട്ട് പറഞ്ഞ് ഈ മുറ്റം ഒന്ന് അടിക്കാൻ പറഞ്ഞു. മുറ്റം അടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മുറ്റമടിച്ചു കാണിച്ചു. അപ്പം പിന്നീട് ലോഹിയേട്ടന് എങ്ങനെയാണ് മുറ്റം അടിക്കുന്നത് എന്ന് മുറ്റമടിക്കുന്നതിൻ്റെ ഒരു വരച്ചിലുണ്ട്. അതായത് നല്ല രീതിയിൽ ചൂലും കൊണ്ട് ഒരു മുറ്റം അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ചിത്രപ്പണി പോലെ ഈ വരകൾ കൊണ്ട് ഇങ്ങനെ ചൂലിൻ്റെ
ഈർക്കിലുകൾ പോയിട്ടുള്ള അതിൻ്റെ ഒരു രേഖയുണ്ടാകും. അപ്പം അതിനെ കുറിച്ചൊക്കെ അപ്പം എത്ര കുഞ്ഞു കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഈ കുട്ടി പക്ഷേ ആ കുട്ടി വളരെ മെച്ചമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പിന്നീട് എൻ്റെ അടുത്ത് ഞാൻ ഒരു പാഡും പേപ്പറും കൂടെ കൊടുത്ത് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു എന്തോ കുറിക്കുന്നുണ്ട്. പിന്നീട് എൻ്റെ അടുത്ത് വന്ന് ഈ ഡയലോഗൊന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അതിനു മുമ്പ് ലോഹിയേട്ടൻ്റെ ഡയലോഗിൻ്റെ ഡെലിവറി എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ രീതിയെക്കുറിച്ചൊന്നും എനിക്ക് അറിയുമായിരുന്നില്ല. പക്ഷേ അപ്പം തന്നെ ഞാനത് വായിച്ച് നോക്കുമ്പോൾ ഞാൻ ആ തള്ളയെ എങ്ങനെയാണ് വീഴ്ത്തിയതെന്നറിയാമോ? 2 കെട്ട് പോലെയും ഒരു 5 പരിപ്പ് വടയും വാങ്ങിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മഞ്ജുവിൻ്റെ ആ മനോജിൻ്റെ അമ്മയുമായിട്ടുള്ളൊരു സംസാരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ആദ്യമായിട്ട് ഇന്ന് നമ്മുടെ ഒക്കെ മലയാളികളുടെയൊക്കെ ഏറ്റവും വലിയ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള തരത്തിലേക്കൊക്കെ ഒരു തൊട്ടുള്ള മഞ്ജു വാര്യർക്ക് ആദ്യമായിട്ട് ഡയലോഗ് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൊരു അവസരമുണ്ടായി എന്നുള്ളത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഓർക്കുന്നത്. പിന്നീട് മഞ്ജുവായിട്ടുള്ളൊരു വലിയൊരു സൗഹൃദം ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ദിലീപുമായിട്ടും ഒക്കെ ചേർന്നിട്ടുണ്ട്. ആ ഒരു സിനിമ ഒരു വളരെ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ജോൺസൺ മാഷിൻ്റെ മനോഹരമായ പാട്ടുകൾ, കിരീടം ഉണ്ണിയുടെ കൃപ ഫിലിംസിൻ്റെ ഒരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിലാണ് ആ സിനിമ ചെയ്തിരുന്നത്. VFX ഒന്നും ഒരു ടേംസ് പോലും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്താണ് അതിൻ്റെ ഒരു ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ആ സമയത്താണ് ഇങ്ങനെ സോങ്സ് പിക്ചറൈസ് ചെയ്യുമ്പോഴത്തേക്ക് ചില സ്പെഷ്യൽ എഫക്ട്സ് കൂടെയൊക്കെ റേസൊക്കെ വന്നിട്ട് അതിൻ്റെ അകത്ത് ഉള്ള ഒരു കൃഷ്ണരൂപമൊക്കെ വരുന്ന പോലെയൊക്കെയുള്ള ഷോട്ടുകളൊക്കെ എടുത്തിരുന്നത്. ഈ രാമചന്ദ്ര ബാബു സാറിൻ്റെ ഒരു ഭയങ്കരമായ ഒരു ടെക്നിക്കലി ഭയങ്കര ഒരു ബ്രില്യൻ്റായിട്ടുള്ളൊരു ക്യാമറാമാൻ രാമചന്ദ്ര ബാബു സാറിൻ്റെ നോടൊപ്പം ഞാനും വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ബാബു സാറിൻ്റെ ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള പല സജഷൻസും ആ സിനിമയുടെ പിന്നിലുണ്ട്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പലപ്പോഴും നമുക്ക് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോഹിയേട്ടൻ ആ സമയങ്ങളിലായിരിക്കും നമുക്ക് ആ സ്ക്രിപ്റ്റ് കിട്ടുക. അപ്പം വളരെ ഡിഫറൻ്റായിട്ട് ഇപ്പം അതുവരെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു സിനിമയുടെ പാറ്റേണിൽ നിന്ന് ഒരു വള്ളുവനാടൻ സ്റ്റൈലിൽ അല്ലെങ്കിൽ ആ രീതിയിലോട്ടുള്ള വടക്കോട്ടുള്ള ഒരു ഭാഷയുടെ ഒരു കൺസ്ട്രക്ഷനാണ് പലപ്പോഴും സ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. നാടകത്തിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളുമായിട്ട് വന്നിട്ടുള്ള വലിയൊരു എഴുത്തുകാരൻ, തനിയാവർത്തനവും കിരീടവും ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളും മനസ്സിൽ ഒരുപാട് ബഹുമാനത്തോട് സൂക്ഷിക്കുന്ന ഒരു എഴുത്തുകാരൻ. അപ്പം ഈ എഴുത്തുകാരുടെയൊക്കെ ഇതിനെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മനസ്സിൽ ഇതിൻ്റെ റെൻഡറിങ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു. അത് ഞാൻ പത്മനാഭ സാറിൻ്റെ ഒരു സ്കൂളിൽ നിന്ന് വന്ന ഒരാളാണ് ആയതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞു കൊടുക്കുമ്പം അവരുദ്ദേശിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ ആദ്യമായിട്ട് കേൾക്കുന്ന ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനെ അതേ ഫ്ലോയിൽ ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഒരു സീൻ വായിക്കുമ്പം ഞാൻ ലോഹിയേട്ടനോടായിരിക്കും ആദ്യം ഒന്നെങ്കിൽ വായിച്ച് കേൾപ്പിക്കുക, അല്ലെങ്കിൽ ലോഹിയേട്ടൻ്റെ അടുത്ത് പറയും, ചേട്ടാ ഇതെങ്ങനെയാണ് ഡയലോഗ് വായിക്കേണ്ടിയെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ആദ്യം അദ്ദേഹത്തിൽ നിന്നൊന്ന് കേട്ട് കഴിഞ്ഞിട്ടാണ് ആ രീതിയിലാണ് നമ്മൾ ആർട്ടിസ്റ്റിലേക്ക് ഈ ഡയലോഗുകൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ലോഹിയേട്ടനോടൊപ്പമുള്ള ലോഹിയേട്ടൻ അതിൻ്റെ തിരക്കഥാകൃത്താണേലും ലോഹിയേട്ടനോടൊപ്പമുള്ള ഒരു വലിയൊരു അസോസിയേഷൻ എനിക്ക് ആ സിനിമയിലൂടെ ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ലോഹിയേട്ടൻ ആദ്യമായി ചെയ്യാൻ പോയ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോയ ഭൂതക്കണ്ണാടിയിലേക്ക് ആണ് അടുത്ത സിനിമയിലേക്ക് എന്നെ വിളിക്കുകയുണ്ടായി. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് സുന്ദരദാസിൻ്റെ തന്നെ കുടമാറ്റം എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രിപ്പറേഷനും അതിൻ്റെ ഷൂട്ടുമൊക്കെ വന്നപ്പോൾ സുന്ദരത്തിനോടൊപ്പം സല്ലാപത്തിന് ശേഷം, സല്ലാപം വളരെ ഒരു വലിയൊരു
ഹിറ്റായിട്ടുള്ള കാലത്ത് വളരെ ഹിറ്റായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം ഈ കുടമാറ്റത്തിലേക്ക് ഞാൻ ജോയിൻ ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഭൂതക്കണ്ണാടി എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു വളരെ മനോഹരമായ ഒരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു സിനിമയെ എനിക്ക് അതിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാതെ പോയത്. സല്ലാപം ഒരു വലിയ ഹിറ്റായിരുന്നു ആ കാലത്തെ, പ്രത്യേകിച്ച് അതിലെ പാട്ടുകളൊക്കെ വളരെ അധികം ഹിറ്റായിരുന്നു. ഒപ്പം തന്നെ ദിലീപ് ഒരു ജൂനിയർ യേശുദാസ് എന്നുള്ളൊരു ക്യാരക്ടറിൽ നിന്ന് ഒരു വലിയൊരു ദിലീപിനൊരു പുതിയൊരു മാനം ലഭിച്ചൊരു സിനിമ കൂടിയാണ് സല്ലാപം. അതിനുശേഷം സുന്ദർദാസിൻ്റേതായിട്ട് വന്ന ഒരു സിനിമയാണ് കുടമാറ്റം. നവാസ് എഴുതിയ നവാഗത എഴുത്തുകാരനായ നവാസിൻ്റെ കുടമാറ്റം എന്ന് പറഞ്ഞാൽ ബിജു മേനോനൊക്കെ ആയിട്ട് വർക്ക് ചെയ്തൊരു സിനിമ. ആ സമയത്ത് അതിൻ്റെ ഇൻബിറ്റ്വീനുള്ളൊരു ഗ്യാപ്പിലാണ് ഞാൻ ഈ സിംഗപ്പൂർ ഷെഡ്യൂള് വർക്ക് ചെയ്യുന്ന അജയ് ശശിയുടെ ഈ വർണ്ണപ്പകിട്ട് എന്നുള്ള സിനിമ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓണക്കാലമാണ്. ഓണക്കാലത്ത് സുന്ദർദാസും ഈ നവാസും കൂടെ എൻ്റെ തിരുവല്ലയിലെ വീട്ടിലേക്ക് എന്നെ കാണാനായിട്ട് വരികയാണ്. വന്ന് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ ഇവരുടെ അടുത്ത് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പം അവിടെ അന്നെനിക്ക് വണ്ടിയൊന്നുമില്ല. ഓട്ടോറിക്ഷക്കാർ എൻ്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷക്കാരൊന്നും അത്രയും അടുത്തേക്കൊരു ഓണക്കാലം ആയതുകൊണ്ട്, ഓണക്കാലമാണല്ലോ ഈ ദൂരയാത്രക്കാരൊക്കെ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത്. അപ്പോൾ ഇവരാരും വരാൻ തയ്യാറായിരുന്നില്ല. അപ്പം ഞാൻ സുന്ദർദാസിനെ ബൈക്കിന് പുറകിൽ, ബുള്ളറ്റിന് പുറകിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ കൊണ്ട് ഒന്ന് ഇരുത്തി രണ്ടാമത്തെ ആളെ എടുക്കാനായിട്ട് പോയി. രണ്ടാമത്തെ നവാസ് പുറകിലുണ്ട്. ഞങ്ങൾ ബൈക്കിൽ വന്ന് ബുള്ളറ്റിൽ തിരുവല്ല ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെയാകുമ്പോൾ ആരോ എന്നെ പുറകിൽ നിന്ന് പിടിച്ച് തള്ളുന്നതിൻ്റെ തൊട്ട് ഞാൻ മറിഞ്ഞടിച്ച് ഈ സിഗ്നലിൻ്റെ അവിടെ തന്നെ വണ്ടികളെല്ലാം ബ്ലോക്കായി നിൽക്കുന്നിടത്ത് തന്നെ, അല്ലാതെ വേറൊരു വണ്ടിയായിട്ടുള്ളൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പുറകിൽ നിന്നൊരു വണ്ടി പുഷ് വന്ന് ബ്രേക്ക് ചെയ്ത് ഇടിക്കുകയായിരുന്നു, വേറൊരു സ്കൂട്ടർ മറ്റും. അപ്പം ഞാൻ ബാലൻസ് തെറ്റി മറിഞ്ഞു വീണു. ചെറിയ അപകടം, പക്ഷേങ്കിൽ അതിലുണ്ടായ പ്രയാസം വളരെ വലുതായിരുന്നു. ഞാൻ മുട്ടുകുത്തി ഇത് ചെയ്തിട്ട് ഈ മുട്ട് മൊത്തം ഡിസ്ലൊക്കേറ്റഡ് ആയിപ്പോയി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലെ. അങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്ത് സ്റ്റീൽ റാഡൊക്കെ ഇട്ട് 40 ദിവസം ഞാൻ ട്രാക്ഷനിലായിരുന്നു. കൈ ഇങ്ങനെ തൂക്കി ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടക്കുക. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നടുവ് പൊളയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല ട്രാക്ഷനിൽ നിന്ന്. ചൂട് കാരണം ശരീരം പൊട്ടാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഒരു വാട്ടർ ബെഡ് വാങ്ങി. വാട്ടർ ബെഡിൽ ഒരു 1.5 മാസക്കാലം ഇങ്ങനെ കിടക്കുക എന്ന് പറയുന്നത് എനിക്കൊന്ന് ഒരു വലിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതം ഭയങ്കര സ്പീഡിൽ നമ്മൾ പല സിനിമകൾ, അപ്പോൾ വർണ്ണപ്പകിട്ടിൻ്റെ പകുതി ഷെഡ്യൂളേ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ള ഷെഡ്യൂളുകൾ ബാലൻസ് ചെയ്യിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അധികം അസിസ്റ്റൻസ് ഇല്ലാതെ ഞാനും വേറൊരാളെ മറ്റേ ഉള്ളൂ ആ സിനിമയിൽ അവിടെ സിംഗപ്പൂർ. അപ്പോൾ ഇതിൻ്റെ മാച്ച് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യേണ്ടിയാണ്, ഇതിൻ്റെ ഇൻറ്റീരിയർ പോർഷൻസ് ഷൂട്ട് ചെയ്യേണ്ടിയാണ് ഊട്ടിയൊക്കെ മാച്ച് വെച്ചിട്ട്. അപ്പം അതിൻ്റെ പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ കൈ ഒടിഞ്ഞത് മാത്രമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒടിഞ്ഞ കൈയുമായിട്ട് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിത് സെറ്റാകാനായിട്ട് കൈ എനിക്കിങ്ങനെ ക്രോസ് ചെയ്തിട്ട് എനിക്ക് ടോയ്ലറ്റിൽ പോലും പോകാനായിട്ട് പറ്റത്തില്ല. ബെഡ് പാൻ വെച്ചിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് പോയി സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഒപ്പം തന്നെ ഈ എന്നോട് കഥ പറയാനായിട്ട് വന്ന ഇവർ രണ്ടുപേരും വളരെ പ്രയാസത്തോടുകൂടി അന്ന് രാത്രിക്ക് തിരിച്ച് വണ്ടിക്ക് പോകുന്നു. ഞാനങ്ങനെ ഒരു 40 ദിവസം പുഷ്പഗിരി ഹോസ്പിറ്റലൈസ്ഡായിട്ട് കിടക്കുന്നു. ഇത് പിന്നീട് ഈ കുടമാറ്റത്തിലേക്ക് എത്തുമ്പോഴും ഒക്കെ ഈ ഒടിഞ്ഞ കയ്യും തൂക്കി ഈ നടന്ന ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിരുന്നു. അതിലും എനിക്ക് ചില സീനുകൾ അതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ചില സീനുകൾ ഇംപ്രൂവൈസ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം
ആ സിനിമയും അതൊരു ടീമിൻ്റെ ഒരു വർക്ക് കൂടെയായിരുന്നു ആ സിനിമയ്ക്കകത്ത്. എന്ന് വെച്ചാൽ സുന്ദർദാസുമായിട്ട് വളരെ അടുത്ത് വർക്ക് ചെയ്തിരുന്നു. ആ കൈ എനിക്ക് ഇപ്പോഴും പൂർണ്ണമായി നിവർക്കാൻ പറ്റുന്നില്ലെന്നതും ഒരു അടയാളമായിട്ട് കുടമാറ്റം എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. പിന്നീട് തൊട്ട് അതൊരു വലിയൊരു വിജയമായിരുന്നില്ല. ആൽവിൻ ആൻ്റണി ആയിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസറെ. വലിയൊരു ബഡ്ജറ്റായിരുന്നു, ഒരു ഉത്സവപ്പറമ്പായിരുന്നു അതിൻ്റെ മുഖ്യമായ പശ്ചാത്തലമെന്ന് പറയുന്നത്. ധാരാളം ആർട്ടിസ്റ്റുകൾ ഒക്കെയുള്ള ഒരു വലിയൊരു സിനിമ അതിനായിരുന്നു. അതിനുശേഷം മൂന്നാമതായിട്ട് സുന്ദർദാസ് ചെയ്തത് ആണ് സമ്മാനം എന്ന് പറയുന്ന സിനിമ. അതും ഈ കിരീടം ഉണ്ണിയുടെ പ്രൊഡക്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഒരു ആനയെ CV ബാലകൃഷ്ണൻ്റെ ഒരു കഥയുമായി ബേസ് ചെയ്തിട്ടുള്ള, അദ്ദേഹം തന്നെ തിരക്കഥ എഴുതിയിട്ടുള്ള അതായിരുന്നു. അതിൽ മഞ്ജു വാര്യരായിരുന്നു, കുടമാറ്റത്തിലും മഞ്ജു വാര്യരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ സമ്മാനത്തിലേക്ക് എത്തുമ്പോൾ സമ്മാനത്തിൻ്റെ ഒരു കുറേ പോർഷനുകൾ, ഒരു ഫ്ലാഷ് ബാക്ക്, അതായത് കൈതപ്പുറം തിരുമേനിയുടെ മനോജിൻ്റെ അച്ഛൻ്റെ കുറിച്ചുള്ള ഓർമ്മകളും കാര്യങ്ങളും വരുന്ന ഒരു ഫ്ലാഷ് ബാക്കിൻ്റെ ഒരു കുറേ സീക്വൻസിൻ്റെ ഒരു ധാരണയും ഐഡിയയും ഒക്കെ മാത്രമേ അന്ന് ബാലേട്ടൻ സംസാരിക്കാൻ പറയുകയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനെ എനിക്കൊന്ന് ഷൂട്ടിങ് വൈകുന്നു. അപ്പം ആ പ്രൊഡക്ഷനിൽ തന്നെ 2 യൂണിറ്റാക്കി തിരിച്ച് ആ പോർഷനിൽ കുറച്ച് കവിയൂർ രേണുകയും കൈതപ്രവും ഒക്കെ മാത്രം അടങ്ങുന്ന ചെറിയൊരു സീക്വൻസുകളാണ് ഉള്ളത്, ഒരു ചെറിയൊരു കുട്ടിയാനയും ഒക്കെ ആയിട്ടുള്ളത്. അപ്പം ആ ഒരു പോർഷൻ എനിക്ക് തോന്നുന്നു മൊത്തമായിട്ട് എഴുതി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു സീക്വൻസായിട്ട് ഒരു സിനിമയുടെ ഒരു ഷൂട്ടിങ് ഞാൻ ആദ്യം ചെയ്യുന്നത് സമ്മാനത്തിൻ്റെ ഒരു സെക്കൻഡ് ഷെഡ്യൂൾ യൂണിറ്റിൻ്റെ ഡയറക്ടറായിട്ടാണ്. അത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പോർഷനാണ് സിനിമയുടെ എങ്കിൽ പോലും ആ പോർഷൻ നമുക്ക് അന്ന് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രിവിലേജാണ് ആ സിനിമ അത്രയും കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത്. ഭൂതക്കണ്ണാടി എന്ന ഒരു വലിയ സിനിമയുടെ ശേഷമായിട്ട് ലോഹിയേട്ടൻ രണ്ടാമത്തെ സിനിമയായിട്ട് ചെയ്തത് കന്മദം എന്ന ചിത്രമാണ്. പ്രണവം മൂവീസിൻ്റെ ലാലേട്ടൻ പിന്നെ മഞ്ജു വാര്യരും ഒക്കെ അഭിനയിക്കുന്ന, സിദ്ദിഖും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സിനിമ. അപ്പം ആ സിനിമയുടെ ഒരു തുടക്കത്തിൽ തന്നെ ആലോചനയുടെ സമയത്ത് തന്നെ ലോഹിയേട്ടൻ എന്നെ വിളിക്കുകയും ആ സിനിമയോടൊപ്പം ചേരുകയും ഒക്കെ ചെയ്തു.